നമസ്കാരം. നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിലെ അവതാരിക മീനുക്കുട്ടിയില്ലേ, മീനാക്ഷിയുടെ സംസാരം നമുക്ക് അല്പം കേട്ടാലോ? മീനാക്ഷി പറയുന്നതിലേക്ക് വരാം നമുക്ക്. ഓക്കെ, മീനാക്ഷി പറയുകയാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ. ഞാനിപ്പോഴും സിന്ധുമ്മയെന്നാണ് വിളിക്കുക. അപ്പൊ സിന്ധുമ്മ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് സിന്ധേച്ചിയുടെ അടുത്തായിരിക്കും. ഉണ്ണിയങ്കൾ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ വന്നത് ഉണ്ണിയങ്കളാണ് ടോപ്പ് സിംഗർ ചെയ്തത്. ഉണ്ണിയങ്കളും എനിക്ക് ഈ പറയുന്നത് ഭയങ്കര ടോപ്പ് സിംഗർ എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ രാകേഷ് ഏട്ടൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന രാകേഷ് ഏട്ടനാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യത്തിനും മീനുട്ടിക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അവരെ പറയാൻ പറ്റും ദൈവം ചോദിക്കാന്നൊക്കെ പറഞ്ഞത് അവരെ പോലും പറയാൻ പറ്റൂല. നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു. മീനുട്ടിനെ കാണുമ്പോ വേറെ ആരുടെങ്കിലും ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണോ? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഞാനിങ്ങനെ നമ്മളിങ്ങനെ നോക്കൂലോ, അപ്പൊ ഞാൻ തോന്നിയപ്പോ എനിക്ക് എവിടെ നിന്നൊക്കെ ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ പോലെ തോന്നി. അത് ഞങ്ങൾ അതിനുള്ള ഒത്തൊരുമ കാരണം അങ്ങനെ തോന്നുന്നത്. പിന്നെ മറ്റ് ജീപി ചേട്ടന്റെ ഭാര്യയില്ലേ ഗോപിക ചേച്ചിയുടെ ഒരു കട്ടുണ്ട് ഉണ്ട്. എല്ലാരും സൈഡിലൊക്കെ എനിക്ക് മാത്രമാണ് പോകുന്നത്. ഞാൻ ഇല്ല, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഒരാളുടെ ഫേസ് കട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, അങ്ങനെ ഇതിനെ പറ്റി അങ്ങനെ കൂലങ്കഷമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതെ, ഓക്കെ. അപ്പം ജനുവരി 24-നാണ് സൂപ്പർ ജിമ്മി ഇറങ്ങാൻ പോകുന്നത്. അതെ, അപ്പൊ ഈ മൂവി ആണെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇപ്പം നമുക്ക് അറിയുന്ന പോലെ പുതിയൊരു ക്രൂ ആണ്, എല്ലാവരുടെയും പുതിയ മൂവിയാണ്. അപ്പൊ എല്ലാരും കണ്ടിട്ട് റിവ്യൂസ് ഒക്കെ പറയാറുണ്ട്. കാരണം അത് അവർക്ക് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇനി മുമ്പോട്ടായാലും മോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കത് ഭയങ്കര സംഭവമായിരിക്കും. കണ്ട് നമ്മളിപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഉള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഒരു ഫാമിലി മൂവിയാണ്, എല്ലാരും കൂടെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഒരു ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരുപാട് എന്താ പറയാ പുറത്ത് ഇപ്പൊ ബാംഗ്ലൂർ, മുംബൈ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കൊച്ചി ആയിക്കോട്ടെ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഓർമ്മ വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ പത്തനംതിട്ട ആ ഒരു ഭാഗം. പിന്നെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഗ്രാമപ്രദേശം പോലെ സ്ഥലങ്ങളൊക്കെയാണ് തോന്നിയത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കൊണ്ടുവന്നത്? അതിനെപ്പറ്റി എനിക്കും വലിയ ധാരണയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല. ശരിയാ, നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി. ഓക്കെ, പിന്നെ മീനുട്ടിയുടെ ഇനി വരുന്ന പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ഫെബ്രുവരി 20th നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ചാക്കോച്ചൻ പ്രിയമണി ചേച്ചി മൂവി റിലീസാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിശേഷം. അതെ, അതിനകത്ത് എങ്ങനത്തെ റോളാ ചെയ്യുന്നത്? ഞാൻ ചാക്കോച്ചന്റെയും പേരിച്ചയുടെയും മോളാണ്. അപ്പൊ അത് തന്നെ ഉണ്ട്. അതിന്റെ അടുത്തൊരു ബിഗ് പ്രൊജക്ട് അതാന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും പുതിയത് ഇപ്പൊ കമ്മിറ്റ് ചെയ്യില്ല? ആ മൂവിയാണ് ഇപ്പൊ വരാനുള്ളത്. പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ കൂടെ ഒരു മൂവി വരുന്നുണ്ട്. ഭയങ്കര കമ്പനിയാന്ന് തോന്നുന്നുണ്ടല്ലേ? വേറൊരു മൂവിയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഇപ്പം ഞാൻ അവരുടെ കുരുത്തക്കേട് പഠിപ്പിക്കാതെ ഇപ്പൊ എല്ലാവരും എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അവിടെ ലേസ് തിന്നാൻ പഠിപ്പിക്കുക, ഫോണില് ഗെയിം കളിക്കാൻ പഠിപ്പിക്കാനാണ്. അപ്പം ഇല്ലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞ ആ മൂവി കഴിഞ്ഞ് വന്നപ്പം എന്നാ അങ്കിള് എനിക്ക് കുറച്ച് ദിവസം കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു സങ്കടം ഉണ്ടായത് എനിക്ക് അങ്ങനെ. കാരണം ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഞാൻ കുറച്ച് കുഞ്ഞിലെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്ദ്രൻസങ്ങളുടെ കൂടെ എന്റെ ഈ പ്രായത്തിൽ ഒരു വർഷമായിട്ടുണ്ടാവും ഇപ്പൊ മൂവി ചെയ്തിട്ട്. അപ്പൊ ആ പ്രായത്തിലായി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടവും അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം മീനുട്ടിയുടെ 2 പാട്ട് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള 2 സോങ്സ് ഇല്ലേ? ഇപ്പം മിനിങ്ങും മിന്നാമിനിങ്ങ ആയാലും ഞാനുണ്ട്. ഈ 2 പാട്ടും ശ്രേക്കുട്ടിയല്ലേ പാടിയിരിക്കുന്നത്? എന്തെങ്കിലും നിങ്ങളുടെ സൗണ്ട് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് മൈക്രോ സൗണ്ട്, അവളുടെ സൗണ്ട് സെയിം ആണ്. ഇല്ല, അങ്ങനെ പറയാറുണ്ട്. പണ്ട് എപ്പോഴും ആ മൂവിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ പറയുന്നു MG അങ്കിളും ലാലങ്ങളും പാടുന്ന പോലെ ആ കോമ്പോ പോലെ. കാരണം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള മൂവീസിലെല്ലാം ഞാൻ കന്നഡ മൂവി ചെയ്തപ്പോഴും ശ്രേയ തന്നെയാണ് അതിൽ പാടിയിരിക്കുന്നത്. അപ്പോ ആ ഒരു കോമ്പോ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറയാറുള്ളത്. ഇനി എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ ഒരുപാട് കുട്ടി വേഷങ്ങൾ ചെയ്തല്ലോ? അതെ, ഉണ്ണിമക്കൾ അതല്ലേ ഉണ്ണിമക്കളുടെ വേഷങ്ങൾ ചെയ്തത്. ഇനി ഇങ്ങനത്തെ ഒരു വേഷങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹം. എനിക്കങ്ങനെ ഞാനിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു വലിയൊരു നായിക ക്യാരക്ടറൊന്നും ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു എനിക്ക് തോന്നുന്നില്ല എന്നെ ഇപ്പം അങ്ങനെ ഒരു നായിക ക്യാരക്ടറിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഒരു മെച്ചൂരിറ്റി എനിക്കും ഇല്ല, കാണുന്നവർക്കും അത്ര കംഫർട്ടബിൾ ആണോ
എന്ന് എനിക്കറിയത്തില്ല. എന്നെ ഒരു നായികയായിട്ടൊക്കെ കാണുമ്പോ അയ്യോ അത്രയും വലുതായോ രാജേട്ടന്റെ നായികയാവണം എന്ന് പറഞ്ഞു. അത് ഞാൻ കുഞ്ഞിനെ തൊട്ട് പറയുന്നതാ. ഇപ്പൊ രാജേട്ടന്റെ ഒപ്പം പടം ചെയ്തു, പിന്നെ ലാലേട്ടന്റെ ഒപ്പം പടം ചെയ്തു. ഇനി ആരുടെ കൂടെ ഇനി അടുത്തൊരു ലക്ഷ്യമാണ് ലാലങ്ങളോട് ചെയ്തു. അതെ, അടുത്ത ലക്ഷ്യം ആരാണ്? ലാലങ്ങളോട് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി വിചാരിക്കില്ല മമ്മൂക്കയുടെ കൂടെ ചെയ്യണം. അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. മമ്മൂക്കയുടെ കൂടെ പടം ചെയ്യാൻ ആഗ്രഹമുള്ള മീനാക്ഷിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. മൂവി കവച്ചാന്ന് പറഞ്ഞിട്ട് അത് ഒപ്പത്തിന്റെ കന്നഡയായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഋഷി കപൂർ സാറും ഇമ്രാൻ ഹാഷ്മി ഒക്കെ ആയിട്ട്, ദ ബോഡി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. ഇപ്പൊ മലയാളത്തിൽ പിന്നെയും